ഇപ്പോൾ ഈ സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചേച്ചി ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ റീല് ഇട്ടിരുന്നു. അതായത് 1-ാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു. കുഞ്ഞിനുള്ള ബാഗ്, ബുക്ക്, കുടയൊക്കെ എനിക്കറിയില്ല, ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന്. ഇത്രയും ആൽബങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്ക് കുഞ്ഞിന് സ്കൂളിൽ വിടാനുള്ള അതിന് പോലും വരുമാനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തൊഴിലുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഞെട്ടിപ്പോയി. ഓരോ ആൽബത്തിനൊക്കെ 5ഉം 4ഉം 3ഉം 6ഉം ഒക്കെ രൂപ മേടിക്കുന്ന ഞാനാണ്. എന്റെ ഭഗവതി, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് മേടിച്ച് നമ്മുടെ വീട്ടിലെ കാര്യം, ഇവിടെ വീട്ടിലെ ആൾക്കാരുണ്ട്. കുഞ്ഞിന് അസുഖമായ അവന്റെ കാര്യം നോക്കണം, മൂത്ത മോന് കൊടുക്കണം, പപ്പായ്ക്ക് കൊടുക്കണം. ഒരു ശരാശരി മറുനാടൻ മലയാളിയുടെ പ്രാരബ്ധങ്ങളൊക്കെ നിനക്കുണ്ട്, എനിക്കറിയാം. ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ബാഗിന്റെ കാര്യം ഞാൻ വിട്ടു. ഞാനിങ്ങനെ ഓടി നടപ്പല്ലേ. അത് ശരിയാ, അത് ശരിയാ. എന്ത് ശരി? അങ്ങോട്ടൊന്ന് നോക്കിയേ. ഞാനിങ്ങനെ ഓടി നടപ്പല്ലേ. പിന്നെ ബാഗിന്റെ കാര്യം ഞാൻ വിട്ടു. ഞാനിങ്ങനെ ഓടി നടപ്പല്ലേ. പിന്നെ ബാഗിന്റെ കാര്യം ഞാൻ വിട്ടു. ചേച്ചി വെരി ബിസി ഫെലോ. അതിന് അദ്ദേഹത്തിന് നേരം കിട്ടിയിട്ട് വേണ്ടേ? നമ്മള് നോക്കുമ്പോൾ ചേച്ചിക്ക് ഡെയിലി വർക്കുണ്ട്, ആൽബം ഉണ്ട്, മ്യൂസിക്കൽ ആൽബം ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് ചേച്ചി ഏൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ ദാരിദ്ര്യം പറയുന്നത് എന്തിനാണ്? എടാ നാറി, നിനക്ക് നാണമുണ്ടോ? മീഡിയയിൽ വന്ന് ഈ ദാരിദ്ര്യം പറയുന്നത് എന്തിനാണ് എന്നൊരു പോയിന്റിൽ നമ്മൾ ചിന്തിച്ചു. 6 കൂടുതൽ ഞാൻ മേടിച്ചിട്ടില്ല ആൽബത്തിനും. വണ്ടിക്കൂലി എങ്ങനെ പറയാനാ ഇത് പറഞ്ഞിട്ട്. മരിച്ചു മണ്ണോട് ചേർന്നില്ല. ഇപ്പോഴും ഞാൻ പറയണ മണ്ണോട് ചേർന്നില്ലേ, ബഹുമാനിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. മണ്ണോട് ചേർന്ന് നാണമാകുന്നില്ലേ നിങ്ങൾക്ക്? മരിച്ചവരെ ബഹുമാനിക്കണ്ടേ? നാണമാകുന്നില്ലേ നിങ്ങൾക്ക്? മരിച്ചവരെ ബഹുമാനിക്കണ്ടേ? സുധിച്ചേട്ടൻ ഓർമ്മ ദിവസം അലൻ ജോസ് പെരേര രേണുവിന്റെ വീട്ടിൽ വെച്ച് ബ്രേക്ക് ഡാൻസ് കളിക്കുന്നു. അത് കണ്ട് രേണു കൈയടിച്ച് തുള്ളുന്നു. കൈയടി മുഴുവൻ തീർക്കണ്ട, എന്ത് കലക്കണം കലക്കണം. നാണമാകുന്നില്ലേ നിങ്ങൾക്ക്? മരിച്ചവരെ ബഹുമാനിക്കണ്ടേ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എന്തിനാണ് അതൊക്കെ പറയുന്നത്? എനിക്ക് സങ്കടം വരുന്നത്, സത്യമായിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ.